Dear students, today I want to discuss Kerala Engineering chapter-wise previous year questions. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. പക്ഷെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം 2020 ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 3 thin wires of equal length are suspended from the top of a roof. സോ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട 3 വയറിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് സെയിം എന്നാണ് തന്നിരിക്കുക. അടുത്ത് പറയുന്നത് ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ഏരിയ ക്രോസ് സെക്ഷൻ ഈസ് 1:2:4 ആണ്. സോ ഏരിയയുടെ റേഷ്യോ നമ്മൾ എടുത്താൽ അത് 1:2:4 ആണ്. ആൻഡ് യങ്സ് മോഡുലായി ഈസ് 4:2:1. സോ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. സോ ദാറ്റ് ഈസ് 4:2:1. Then the ratio of their weights to be attached at the other end to obtain the same elongation. അപ്പോൾ നമുക്ക് 3 വയേഴ്സാണ് കൺസിഡർ ചെയ്യുക. അത് 3 ഡിഫറൻറ്റ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അവിടെ വെയിറ്റ് ഹാങ് ചെയ്യുകയാണ്. പക്ഷേ അവിടെ സംഭവിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് വെയിറ്റിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. പക്ഷേ അവർക്ക് സെയിം എലോങ്ങേഷൻ ആണ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ L1:L2:L3 എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കണം. 1:1:1. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സാധാരണ നമുക്കറിയാം ദ യങ്സ് മോഡുലസ് അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആയിട്ട് എടുക്കുമ്പോൾ സ്ട്രെസ് എസ് F/A, സ്ട്രെയിൻ എസ് ഡെൽറ്റ L/A. ഇതാണ് നമുക്കിവിടെ കൺസെപ്റ്റ് എന്ന് നമുക്ക് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എഫിൻ്റെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെയിം എക്സ്റ്റൻഷൻ ആണ് നടത്തേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു YA/L. പക്ഷേ ഇവിടെ ലെങ്ത്തിൻ്റെ റേഷ്യോ സെയിം ആയിട്ട് പറയുന്നത് കൊണ്ട് നമുക്ക് പറയാം എഫ് പ്രൊപ്പോർഷണൽ ടു Y/A. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് 3 സിറ്റുവേഷനും കൂടെ യോജിച്ച് പറയുകയാണെങ്കിൽ ദ വെയിറ്റ് ടു ബി ആഡഡ്, സോ F1:F2:F3 എന്ന് പറയുന്നത് Y1A1:Y2A2:Y3A3. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പോൾ Y1 എന്ന് പറയുന്നത് നമുക്കിവിടെ ഇറ്റ് ഈസ് 4. സോ 4:A1. Y2 that is a 2:A2. A2 is what? 2. That Y3 that is 1:4 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4:4:4 ആണ്. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റും 1:1:1. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ചോയ്സ് as the ആൻസർ. 2019 ക്വസ്റ്റ്യനാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എ റബ്ബർ കോഡ് ഓഫ് ഡെൻസിറ്റി D and Young's modulus Y, length L is suspended vertically. The cord extends by a length 0.5 L under its own weight. Then L is. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു റബ്ബർ കോഡാണ് ഇവിടെ ഹാങ് ചെയ്യുന്നത്. പക്ഷേ അവിടെ സംഭവിക്കുന്ന എക്സ്റ്റൻഷൻ എന്താണ്? ബട്ട് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അതിൻ്റെ മാസ് അതിന് റെസ്പോൺസിബിൾ ആകുന്നത് കൊണ്ട് അവൻ്റെ ഹോൾ ഓഫ് അവനെ ആ സ്ട്രിങ്ങിനെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അവൻ്റെ ഹോൾ വെയ്റ്റും സെൻട്രലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ അവൻ്റെ മാസ് മൊത്തം നമ്മളുടെ മിഡിൽ കൺസെപ്റ്റിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മളുടെ L ലെങ്തുള്ള നമ്മളുടെ റബ്ബർ അവൻ്റെ ലെങ്ത് എത്രയായിട്ട് മാറി? L/2 ആയിട്ട് മാറി. M മാസാണ് അവന് ഉള്ളത് എങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ നമ്മൾ എഴുതുന്നത് വെയ്റ്റ് റെസ്പോൺസിബിൾ ഡിവിഷൻ ബൈ ഏരിയ ക്രോസ് സെക്ഷൻ ഇൻറ്റു L ഡിവിഷൻ ബൈ ദാറ്റ് എക്സ്റ്റൻഷൻ. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്.
നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പാരാമീറ്റർ എന്ന് പറയുന്നത് എക്സ്റ്റൻഷനാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ ഡിവിഷൻ ബൈ എ ഇൻറ്റു വൈ ആണ്. പക്ഷേ ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് വെയിറ്റ് റെസ്പോൺസിബിൾ ആണ്. സോ എം ജി ഇൻറ്റു എൽ ഡിവിഷൻ ബൈ എ ഇൻറ്റു വൈ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ആണ്. ഓക്കെ, നോട്ട് ദ എക്സ്റ്റൻഷൻ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എം എന്ന് പറയുന്നത്? ഇവിടെ ഡെൻസിറ്റിയുടെ രൂപത്തിലേക്ക് നമുക്ക് എടുക്കുമ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയമാണ്. സോ മാസ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് എ ഇൻറ്റു അവൻ്റെ ലെങ്ത് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇൻറ്റു ജി ഇൻറ്റു എന്താണ് ഇവിടുത്തെ ലെങ്ത് ആയിട്ട് നമ്മളെടുത്ത് L/2 ആണ് അല്ലേ. ദ ഡിവിഷൻ ബൈ എ ഇൻറ്റു ദാറ്റ് വൈ. ഇവിടെ എയും ക്യാൻസലായിട്ട് പോയി അല്ലേ. ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് 0.5 L എന്നാണ്. അപ്പോൾ ഒരു L ഇവിടെ ക്യാൻസലായി. അപ്പോൾ നമുക്ക് ബാലൻസ് ആയിട്ട് എന്തുണ്ട്? 0.5 എന്ന് പറയുന്നത് ഡി ജി ബൈ വൈ ഇൻറ്റു ദാറ്റ് L/2. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം 0.5 എന്ന് പറയുന്നത് 1/2 ആണ് അല്ലേ. ആ 2 ക്യാൻസലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ L എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y ഡിവിഷൻ ബൈ ഡി ഇൻറ്റു ജി. അപ്പോൾ നമ്മുടെ ആ സെൻറ്റർ ഓഫ് മാസ് കൺസെപ്റ്റ് എടുക്കുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ മെത്തേഡിലേക്ക് പോകണം. Look the third question. Which of the following statements related to stress-strain relation is correct? The stress is proportional to strain irrespective of the magnitude of the strain. Proportional to strain above the yield point for stress much smaller than at the yield point. Stress strain curve is the same for all materials. Stress is inversely proportional to strain. സാധാരണ ഒരു കേസിൽ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ പക്ക സ്ട്രെയിറ്റ് ലൈനാണ്. പിന്നെ ബട്ട് ആ ഒരു പോയിന്റ് ദാറ്റ് ഈസ് കോൾഡ് നമുക്കറിയാം ദിസ് വൺ ആസ് ദ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ ദ yield പോയിന്റ്. പിന്നെ ബാക്കിയുള്ള കൺസെപ്റ്റുകൾ എന്ന് പറയാം. പക്ഷെ അപ്പോൾ നമുക്കറിയാം ആ ഒരു പോയിന്റിൽ നിന്ന് ഒരല്പം താഴ്ന്ന പോയിന്റുകളിൽ ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ദേ. സോ മോർ ഓർ ലെസ് ഗുഡ് ആയിട്ടുള്ള ചോയ്സ് നമുക്ക് തേർഡ് ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. Then we can move with the fourth question. The lower edge of a square slab of a side 50 centimeter. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് ഓർമ്മയിരിക്കട്ടെ, അതിൻ്റെ ഈ സ്ക്വയർ സ്ലാബ് എന്നാണ്. അപ്പം ഈ ഒരു ഇത് സ്ക്വയർ ആയിട്ടാണ് എടുക്കേണ്ടത്. അത് 50 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുക. അപ്പോൾ അതിനൊരു തിക്നെസ് ഉണ്ടെന്ന് പറയുന്നു 20 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് റിജിഡ്ലി ഫിക്സഡ് ടു ദ ബേസ് ഓഫ് ദ ടേബിൾ. A tangential force of 30 Newton that is applied to the slab. അപ്പോൾ നമുക്കറിയാം അപ്പർ ലെയറിലാണ് എപ്പോഴും 30 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഷിയർ മോഡുലസ് ദാറ്റ് ഈസ് ഗിവൻ ആസ് 4 × 10 to the power of 10. Then displacement of the upper edge in meter is. സോ അടുത്ത് നമുക്ക് സംഭവിക്കുന്ന കാര്യം നമുക്ക് അറിയാമെന്നുള്ളത് സി ബിക്കോസ് ഓഫ് ദ ഫോഴ്സ് ബോട്ടത്തിൽ നിന്നൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവും അല്ലേ, ഒരു തീറ്റ ദാറ്റ് ഈസ് സെഡ് ടു ബി ദ ഷിയറിംഗ് സ്ട്രെയിൻ. ഇപ്പോൾ നമുക്കറിയാം ഈറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ദ ടാൻജൻഷ്യൽ സ്ട്രെസ് ദേ ഡിവിഷൻ ബൈ ദ സ്ട്രെയിൻ, അതിനെയാണ് നമ്മൾ പറയുന്നത് ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കറിയാം ദ ഫോഴ്സ് ബൈ ഏരിയ ആൻഡ് ദ സ്ട്രെയിൻ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ ആംഗിളിലാണ് സാധാരണ നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ ആംഗിൾ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ടാൻ തീറ്റയ്ക്ക് പകരം തീറ്റ എടുത്താൽ എക്സ് ഡിവിഷൻ ബൈ സൈഡായിട്ട് മാറും. എന്ന് വെച്ചാൽ തിക്നെസ് ആണ് അല്ലേ, എക്സ് ഡിവിഷൻ ബൈ തിക്നെസ് ആയിട്ട് എടുക്കാം, എക്സ് ബൈ തിക്നെസ് ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് ഒന്ന് നോക്കിയേ. ടാൻജൻഷ്യൽ ഫോഴ്സ് എത്രയാണ്? 30 ന്യൂട്ടൺ ആണ്. തിക്നെസ് എത്രയാണ്? 0.2. ഏരിയ എന്താണ്? ബേസ് ആണല്ലേ, അല്ല അപ്പറിൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ അവൻ്റെ സൈഡ് 50 സെൻറ്റിമീറ്റർ എന്നല്ലേ. സോ 0.5 × 0.5.
that much into what is the നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സിനെ നമുക്ക് കണ്ടുപിടിക്കുന്ന തരത്തിലാക്കിയാൽ 30 into 0.2 division by that 0.5 square into eta. Eta is what? It is given as a 4 into 10 to the power of 10. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we get the answer as a 6 into 10 to the power of minus 10. So that is the C choice. അപ്പോൾ ഇവിടെ ഈ സൈഡൊക്കെ തന്നിരിക്കുന്നത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യതയോടെ നോക്കി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്പർ 5. Two wires A and B of the same material and of the equal length with the radii in the ratio 1:2 are subjected to identical loads. If the length of A increases by 8 mm, then the increase in length B is. സോ ഇവിടെ പറയുന്നത് സെയിം മെറ്റീരിയലാണ് എയും ബിയും എന്ന് പറയുമ്പോഴേ നമുക്ക് എഴുതാൻ പറ്റണം വൈ എ എന്ന് പറയുന്നത് വൈ ബിക്കാണ്. അതോടൊപ്പം ലെങ്ത് ഓഫ് എയും ലെങ്ത് ഓഫ് ബിയും സെയിം ആണ്. പക്ഷെ റേഡിയസ് ഓഫ് എ ബൈ റേഡിയസ് ഓഫ് ബി എന്ന് പറയുന്നത് 1/2 ആണ്. പിന്നെ പറയുന്നത് ദേ ആർ സബ്ജക്റ്റഡ് ടു ദ ഐഡൻറ്റിക്കൽ ലോഡ്സ്, ദാറ്റ് ഈസ് F1/F2ൻ്റെ വാല്യൂ 1 ആണ്. ഇഫ് ദ ലെങ്ത് ഓഫ് എ ഇൻക്രീസസ് ബൈ, അപ്പോൾ ഡെൽറ്റ എൽ എ എന്ന് പറയുന്നത് 8 mm ആണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഡെൽറ്റ ബി. അപ്പോൾ നമുക്ക് യങ്സ് മോഡുലസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള റിലേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് y is equal to F/A into L division by delta L. അപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻസ് നമ്മളൊന്ന് കൃത്യമായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചാൽ ഇവിടെ സെയിം മെറ്റീരിയൽ ആണെന്ന് പറയുന്നുണ്ട്, ലെങ്ത് സെയിം ആയിട്ട് പറയുന്നുണ്ട്, സെയിം ലോഡാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻക്രീസ് ഇൻ ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ക്രോസ് ചെയ്താൽ ഡെൽറ്റ എൽ എന്തിന് പ്രൊപ്പോർഷണലായിട്ടാണ് നമുക്ക് എഴുതാൻ പറ്റും? ഏരിയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ട് കേസസ് ആയിട്ട് അതിനെ മാറ്റിയാൽ ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എ ഫോർ എ ബൈ എ ഫോർ ദാറ്റ് ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു RA² / RB². നമുക്കൊരു വയർ എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ ഏരിയ ഈസ് ഈക്വൽ ടു πr² എന്ന് നമുക്കെടുക്കാം. RA/RB 1/2 ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 1/2². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. അപ്പോൾ ഡെൽറ്റ എൽ ബി എക്സ്റ്റൻഷൻ ഇൻ ദ സെക്കൻഡ് വൺ ഈസ് ഈക്വൽ ടു എക്സ്റ്റൻഷൻ ഇൻ ദ 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/4. സോ വി ക്യാൻ സേ 2 mm, 2 millimeter A as the answer for the question. So we can move with the question number 6. The ratio of hydraulic stress, so something connected with the liquids, stress for that volume stress for liquids to the corresponding strain is known as. അപ്പോൾ ലിക്വിഡിന് പോസിബിൾ ആയിട്ടുള്ള ഏക സ്ട്രെസ് ബൈ സ്ട്രെയിൻ കൺസെപ്റ്റ്, ഇലാസ്റ്റിസിറ്റി, കോഎഫിഷ്യൻ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ്. ബി ആണ് ആൻസർ. ഫോർ 7. എ ബോൾ that falling in a lake of depth 400 meter. അപ്പോൾ ഒരു ലേക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ അവൻ്റെ എച്ച് ബോട്ടത്തിലേക്ക് മാറുകയാണ്. ദാറ്റ് എച്ച് ഈസ് given as is equal to 400 meter. Has a decrease of 0.2% in its volume. ഡിക്രീസിങ് വോളിയം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി ബൈ വി ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് 0.002 ആയിട്ട് നമുക്ക് എഴുതാം. ദ ബൾക്ക് മോഡുലസ് ഓഫ് ദ മെറ്റീരിയൽ. ഇപ്പോൾ നമുക്കറിയാം ദ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് മൈനസ് ദ പ്രഷർ ചേഞ്ച് ദയർ ഡിവിഷൻ ബൈ ദാറ്റ് ഇസ് ഡെൽറ്റ വി ബൈ വി. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പോൾ ബൾക്ക് മോഡുലസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രഷർ അറ്റ് എ ഡെപ്ത് എച്ച് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം H ρg ഡിവിഷൻ ബൈ ദ ചേഞ്ച് ഇൻ വോളിയം ബൈ വി ഇൻറ്റു 100% എന്ന് പറഞ്ഞ് നമുക്ക് ഡെൽറ്റ വി ബൈ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁻³ ആയിട്ട് തന്നിട്ടുണ്ട്. ഹൈറ്റ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 400 ആണ് അല്ലേ. സോ 4 × 10² ഡെൻസിറ്റി എത്രയാണ്? വാട്ടറിൻ്റെ ആയതുകൊണ്ട് 10³ ആണ്. ജി it is not given, so 9.8 by 2 × 10⁻³ so it becomes 2. So that is equal to നമുക്ക് 2 × 9.8 2
So that is equal to roughly we get the value as 19.6, that much into 10 square, that becomes a 5, so 8, that is equal to 1.96 into 10 to the power of 1.96 into 10 to the power of 9. So അങ്ങനെ വരുമ്പോൾ നമ്മുടെ 7th വണ്ണിൻ്റെ ആൻസർ ഇ ആയിട്ട് നമുക്ക് പറയാം. ഗുഡ് ക്വസ്റ്റ്യൻ. നമ്പർ 7. Choose the wrong statement. We can read one by one. The bulk modulus for solid is much larger than for liquid. So there is a correct statement. Gases are least compressible. Gases are actually ഏറ്റവും കൂടുതൽ കംപ്രസിബിൾ ആകുന്നത് കാരണം അൺപാക്ഡ് ആയിട്ടുള്ള ഓരോ ആറ്റംസ് തമ്മിലുള്ള അകലം കൂടുതലായതുകൊണ്ട്. പക്ഷേ സോളിഡ്സിനാണ് ലീസ്റ്റ് കംപ്രസിബിൾ എന്ന് പറയേണ്ടത്. സോ വി ക്യാൻ ടേക്ക് ബി എസ് ദി ആൻസർ. The incompressibility of the solid is due to the tight coupling between the neighboring atoms. The reciprocal of the bulk modulus is called compressibility. For a system in equilibrium, the value of bulk modulus is always positive. Good. So B is the answer for the problem. For the question number 9, see, the average depth of Indian Ocean is 3000 meter. The fractional compression of water at the bottom of the ocean is the given the bulk modulus and G. അപ്പോൾ നമുക്കറിയാം the bulk modulus is nothing but equal to delta P division by delta V by V. So നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. delta V by B എന്ന് പറയുന്നത് that pressure division by B. So that is equal to ഡെൽറ്റ പിക്ക് പകരം നമുക്ക് ഡെപ്തിലെ കേസ് ആയതുകൊണ്ട് തന്നെ എച്ച് റോ ജി ബൈ ബി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് എച്ച് ഈസ് 3000 ആണ്. സോ 3 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു ദാറ്റ് ഡെൻസിറ്റി 10 ക്യൂബ് ഇൻറ്റു ദാറ്റ് ഗ്രാവിറ്റി ആസ് 10 ഇറ്റ് ഈസ് ഗിവൺ. ദാറ്റ് ബൾക്ക് മോഡുലസ് ആസ് 2.2 ഇൻറ്റു 10 to the power of 9. So on solving you get the value as 0.0136. If we just represent it in percentage, then we get the value as into 100, 1.36 percentage. So we can take a C as the choice for the problem. So we can move with the question number that is 10th question. Look, the compressibility that is given as is equal to 6 into 10 to the power of minus 10. If 1 liter is subjected to a pressure of 4 into 10 to the power of 7. So 1 liter, so that is equal to 10 to the power of minus 3. The pressure that is given us is equal to 4 into 10 to the power of 7. വീണ്ടും നമുക്കറിയാവുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് the bulk modulus is nothing but equal to we know the pressure there division by that delta V by V. അപ്പോൾ ആ വിയെ നമുക്ക് ഒന്ന് ന്യൂമറേറ്ററിലേക്ക് എത്തിച്ചാൽ we get the value for delta V is equal to delta P into V division by B. But 1 by B that is said to be the compressibility into delta P into V. So that is the change in volume. So that is equal to C is what? The compressibility here. It is given as is equal to 6 into 10 to the power of minus 10 into the pressure as 4 into 10 to the power of 7. And the volume here is 1 liter. We can express in meter cube. So on solving you get the value as 2.4 into 10 to the power of minus 5. So that is equal to 24 into 10 to the power of minus 6. So we get the value as 24 cc. So keep in mind C as the choice for the problem. We can move with the question number 11. The Young's modulus of the material is 2 into 10 to the power of 10. The elongation strain is 1%. That is delta L by L that is given as is equal to 0.01. Then the energy stored in the wire per unit volume is. നമുക്ക് സാധാരണ അറിയാവുന്ന റിലേഷനാണ്. പെർ യൂണിറ്റ് വോളിയം വി ക്യാൻ റൈറ്റ് ടു ബി ആസ് ഹാഫ് ഇൻറ്റു that is stress into that is strain. ഇവിടെ സ്ട്രെയിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡേറ്റ ഉണ്ട്, വൈ ഉണ്ട്. അപ്പോൾ വൈ എന്ന് പറയുന്നത് സ്ട്രെസ് ഡിവിഷൻ ബൈ സ്ട്രെയിൻ രൂപത്തിലേക്ക് എഴുതിയാൽ നമുക്ക് സ്ട്രെസ്സിന് പകരമായിട്ട്
y ഇൻറ്റു സ്ട്രെയിൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഹാഫ് ഇൻറ്റു y ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ആണ് എനർജി പെർ യൂണിറ്റ് വോളിയം. So we can just substitute as a half into y is given as a 2 into 10 to the power of 10 into that is strain square. The strain is nothing but equal to 0.01 square. So on solving, that is equal to 10 to the power of 10 into 10 to the power of minus 4. So that is equal to 10 to the power of 6. That is A as the choice. We are waiting with a very good question. Good question. The length of a rubber cord is L1 meter when the tension is 4. അപ്പോൾ നമ്മുടെ ഹൂക്സ് ലോയുടെ അനാലിസിസ് ആണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അവിടെ പറയുന്ന കാര്യം നമുക്കറിയാം, ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഡേറ്റ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ. ഒറിജിനൽ ആയിട്ടുള്ള ലെങ്ത് L0 ആണെങ്കിൽ നമുക്ക് പറയാം L1 മൈനസ് L0. രണ്ടാമത്തെ കേസ് പറയുന്നത് L2 meter when the tension is 6 Newton. That means we can say that 6 is proportional to that L2 minus L0. We have to find the length when the tension is 9 Newton. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L3 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 9 proportional to L3 minus L0. സോ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള 3 റിലേഷൻസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റേണ്ടി വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കെയുടെ വാല്യൂ വരും. ഈ L0 അൺനോൺ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണമെന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ നമുക്ക് കെയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യത്തെ 2 റിലേഷൻസ് നമ്മൾ എഴുതിയാൽ നമുക്ക് എഴുതാം 4 is equal to k into L1 minus L0. അതേപോലെ 6 is equal to k into L2 minus L0. ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ പോയിന്റ്. സോറി, യെസ്, നമുക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കെ ഒഴിവാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/3 എന്ന് പറഞ്ഞാൽ L1 മൈനസ് L0 ബൈ ദാറ്റ് L2 മൈനസ് L0. ഒന്ന് ക്രോസ് ചെയ്താൽ 2L2 മൈനസ് 2L0 എന്ന് പറയുന്നത് 3L1 മൈനസ് 3L0. 3L0 minus 2L0, that is L0 equal to 3L1 minus 2L2. അപ്പോൾ നമുക്ക് L0യുടെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോർ അവർ കെയുടെ നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് ആദ്യത്തെ റിലേഷൻ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് KL0ക്ക് ഇക്വേഷൻ എഴുതിയാൽ എന്താകും? KL0 എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ നമുക്ക് K ഇൻറ്റു L1 ഉണ്ട്. സോ KL1 മൈനസ് ഇവിടെ നിന്ന് നമുക്ക് 4 എത്തുന്നു. ഗുഡ്. അതേപോലെ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ KL0യുടെ വാല്യൂ എഴുതിയാൽ വി ഗെറ്റ് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു KL2 മൈനസ് 6. ഇത് രണ്ടും സെയിം എന്നല്ലേ അർത്ഥം? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? KL1 മൈനസ് 4 എന്ന് പറയുന്നത് KL2 മൈനസ് 6 എന്നല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 6 മൈനസ് 4 2 എന്ന് പറയുന്നത് KL2 മൈനസ് KL1. അപ്പോൾ K കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് അവിടെ കിട്ടിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് 2 ഡിവിഷൻ ബൈ L2 മൈനസ് L1. അത്യാവശ്യ പോയിന്റുകളെല്ലാമായി നമുക്ക് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ റിലേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് 9 ഈക്വൽ ടു that force constant into that L3 minus L0. That is the concept. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 9 is equal to കെക്ക് പകരം നമുക്ക് എന്താണ്? 2 division by L2 minus L1. That is into L3 minus L0. L0 is what? That is given as 3L1 minus 2L2. അത് സോൾവ് ചെയ്തിട്ട് we get the answer for L3 is equal to 2.5 L2 minus 1.5 L1. ഇത് ഈ ഒരു പോയിന്റ് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. അത് എങ്ങനെയാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും അതിൻ്റെ നാച്ചുറൽ ലെങ്തും കണ്ടുപിടിക്കുക. ഈ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റും ഒരു വർഷം അതൊരു ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ട്. നാച്ചുറൽ ലെങ്ത്തും ഒരു ക്വസ്റ്റ്യനായിട്ട് പല എൻട്രൻസ് പരീക്ഷകൾക്കും വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. നമ്പർ 13. A wire of natural length L
The Young's modulus y and area of cross section A is extended by x. So extension is x. Then the energy stored in the wire. അപ്പോൾ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹാഫ് ഇൻറ്റു ദ ലോഡ് റെസ്പോൺസിബിൾ ഇൻറ്റു എക്സ്റ്റൻഷൻ. അപ്പോൾ നമുക്കിവിടെ ലോഡിന് പകരമായിട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ഫോഴ്സ് അല്ലെങ്കിൽ ലോഡ് ബൈ ഏരിയ ഇൻറ്റു ദാറ്റ് എക്സ്റ്റൻഷൻ ഈസ് ഗിവൻ ആസ് എക്സ് ബൈ ഒറിജിനൽ ലെങ്ത് എസ് എൽ. അപ്പോൾ ലോഡിന് പകരമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? വൈ എ എക്സ് ബൈ എൽ. So we can substitute as a half into y a x, that division by L into x. So that is equal to half into y a by L into x square. So we can say A is the answer. So വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അധിക ബ്രെയിൻ ഉപയോഗിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ് നമുക്ക് വെയിറ്റ് ചെയ്തത് കേരള എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. സോ ട്രൈ ടു ഡു മാക്സിമം MCQs. നിങ്ങൾക്ക് ഈസിയോടെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാനുള്ള അവസരമുണ്ടാവും. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.